ഈ ഡാറ്റാബേസ് എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യ പാട്ടായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് മിക്സ് ആക്ഷൻ 500 ഒരു പാട്ട് പാടി എന്നുള്ളതാണ്. അത് തന്നെയാണോ സത്യം? പിന്നെ മിമിക്സ് 500 ഫസ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ട പാട്ട്, വാസ്തവത്തിൽ റെക്കോർഡ് ചെയ്ത പാട്ടതാണ്. റെക്കോർഡ് ചെയ്യപ്പെട്ട പാട്ട്. പിന്നെ അതിനുശേഷം മിമിക്സ് സൂപ്പർ 1000 ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ടാണ്. പക്ഷെ അവിടെയൊക്കെ ഞാൻ അതിൽ നിന്ന് മറ്റേ മറുകണ്ഠം ചാടാൻ കാരണം എന്ന് വെച്ചാൽ ഈ പാട്ടിൻ്റെ ഈ സിനിമയുടെ എല്ലാം ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ബിജു നാരായണൻ, ചിത്ര, KS ചിത്ര, പ്രദീപ് ബ്രാക്കറ്റിൽ പാരഡി എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് എന്നെ ബ്രാൻഡ് ചെയ്യുന്നതിന് തുല്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അതിൽ നിന്നൊന്നും ഞാൻ മാറണമല്ലോ. എന്തായാലും അങ്ങനെ മാറിയില്ലെങ്കിൽ പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് ശരിക്കും ഇപ്പോഴും എൻ്റെ ആദ്യത്തെ സിനിമ അതാണെന്ന് പറയാത്തത്. ഒരുപക്ഷെ എന്താ പറയുക, ബാലു സാറൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് വിളിച്ച് ചെവിക്ക് പിടിക്കുമായിരിക്കും. കാരണം അവർക്ക് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു ഒന്നോ രണ്ടോ ഇന്റർവ്യൂവിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് പാടി ശരിക്കും അതല്ല ഇതാണ്. അങ്ങനെ നോക്കുമ്പോഴേ 95 മിക്സ് ആക്ഷൻ 500 2005 2003 കാലഘട്ടം ആവുന്നുണ്ടല്ലോ. അപ്പൊ അത്രയും കാലം ഇപ്പൊ എന്ത് ചെയ്തു? പാട്ടുകളൊന്നും അങ്ങനെ റെക്കോർഡിക്കലി ഞങ്ങൾ കേട്ടിട്ടില്ല, ഡാറ്റാബേസിലും ഇല്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, പാരഡികൾ പാടി നടക്കുകയായിരുന്നു. അയ്യോ, പാരഡികൾ പാടും, ഗാനമേളയ്ക്ക് പാടും, അങ്ങനെ. പിന്നെ സിനിമാലയിലുണ്ടായിരുന്നു, പിന്നെ ജീവൻ TV യിലുണ്ടായിരുന്നു രസഗുള എന്ന് പറഞ്ഞ പരിപാടി. അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമല്ലേ? കാരണം സിനിമയിൽ ഓൾറെഡി പാടി വെക്കുകയും ചെയ്യുക, എന്നാൽ പാട്ടുകൾ വേറെ ആളുകളുടെ പാട്ടുകളുടെ പാരഡികൾ പാടുകയും, അല്ലാത്ത മാനസിക സംഘർഷമല്ലേ? ഇല്ലില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയണ ലക്ഷ്യമായിരുന്നില്ല. സിനിമ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല. കാരണം വെച്ചാൽ സിനിമയ്ക്ക് ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേരണം. നമ്മളൊരു സിനിമയിലേക്ക് ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ ഒരു നടനാവാനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങൾ നമ്മളെ സഹായിക്കണം. എന്നാലും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഒരു എൻട്രിയൊക്കെ പരിശോധിച്ചാൽ അതറിയാൻ പറ്റും. മറ്റത് ഞാൻ പാരഡി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാരഡിയിൽ ഞാൻ രാജാവാണ്. ആ സമയത്ത് ഒരു പാരഡിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകളുടെ സിനിമ ഇറങ്ങുമ്പോൾ അവിടെ ആദ്യമായിട്ട് പരിഗണിക്കുന്ന ശബ്ദം ചിലപ്പോൾ എൻ്റെതായിരിക്കും. അതെ. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് ഒരു സാധാരണ സിനിമയിൽ ഒരു സാധാരണ പാറ്റേണിലുള്ള സിനിമ വരുമ്പോൾ അവിടെ ഒരു പാട്ടുകാരൻ തീരുമാനിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരുപാട് ചിന്തിച്ചിട്ടേ തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ അലക്സ് ചേട്ടൻ്റെ പിന്നെ ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന സിനിമ മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് തൊമ്മനും മക്കളും. തൊമ്മനും മക്കളിലാണ് എനിക്ക് അവസരം കിട്ടുന്നത്. ബാക്കി 2 സിനിമയിലും അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ അവിടെ നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു, അദ്ദേഹത്തിന് സഹായിയാവും. പറഞ്ഞോട്ടെ, ആത്മാർത്ഥമായി സംസാരിക്കുകയാണെങ്കിൽ ഇന്നല്ല, പണ്ട് ഒരു 15 വർഷമെങ്കിലും മുമ്പ് പിന്നണി ഗായകനാവുക എന്ന് പറഞ്ഞാൽ കുറേ പാരമ്പര്യവും കുറേ കൂട്ടുകെട്ടും കുറേ സ്വാധീനവും ഒക്കെ വേണ്ട ആവശ്യമുള്ളതായിരുന്നു. ആയിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാൻ, അതായത് സിനിമയുടെ ഒരു മേഖല ഉണ്ടല്ലോ. ഇപ്പോൾ പിന്നെ ലാൽ സാറിലേക്ക് എത്തുക, ലാലേട്ടനിലേക്ക് എത്തുക, അവരിലേക്കൊക്കെ എത്താനായിട്ട് നമുക്ക് നേരെ ചെന്നങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ. ഇപ്പം എനിക്കൊരു സിനിമാ പാരമ്പര്യം ഇല്ലല്ലോ. എൻ്റെ അച്ഛനോ എൻ്റെ അമ്മാവനോ അല്ലെങ്കിൽ എൻ്റെ വേറെ ആരെങ്കിലും ഒക്കെ സിനിമയിലില്ല. അപ്പൊ നമുക്ക് പറഞ്ഞു കയറാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മോൾക്കോ അല്ലെങ്കിൽ എന്റെ മോനോ അങ്ങനെ പറഞ്ഞിട്ട് ചെല്ലാം. പക്ഷെ അത് എനിക്കില്ലായിരുന്നു. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു അത്. അവിടെ ചെന്ന് പെട്ടതെന്ന് വെച്ചാൽ ഞാൻ മിമിക്രി പാടിയിരുന്ന ആളായതുകൊണ്ട് ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു മിമിക്രി ചെയ്ത് പാടേണ്ട ഒരു പാട്ടിന്റെ കമ്പോസിങ് സമയത്ത് മിമിക്രി ചെയ്ത് പാട്ട് പാടുന്ന ഒരാളെ വേണമായിരുന്നു. അതായത് അവർക്ക് ട്രാക്ക് പാടാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അതെൻ്റെ സമയം നല്ലതായതുകൊണ്ട് അദ്ദേഹം എന്നെ അവിടെ നിർത്തി. ആ സിനിമയ്ക്ക് ശേഷവും നിർത്തി. അത് മൂന്നാമത്തെ സിനിമ ആയപ്പോഴേക്കും ഭാഗ്യം എൻ്റെ നേരെ വന്നപ്പോൾ എനിക്കൊരു പാട്ട് കിട്ടി. അന്ന് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് തമിഴ് വേർഷൻ ഞാനും ബാക്കി മലയാളം വേർഷൻ മധുബാലകൃഷ്ണനും എന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം തമിഴ് വേർഷൻ പിന്നെ അഫ്സലായി, പിന്നെ മലയാളം വേർഷൻ മധുബാലകൃഷ്ണനായി. അവിടെ വേറെ എനിക്ക് റോളില്ല. അപ്പോഴാണ് പിന്നെ രാജൻ പി ദേവിന് വേണ്ടിയിട്ട് ഒരു സാധനം കമ്പോസ് ചെയ്യപ്പെടുകയും അവിടെ അത് പാടാൻ വേണ്ടി വേറൊരു വോയിസ് വേണമെന്ന് തീരുമാനിക്കും. അങ്ങനെ ആ വോയിസ് ഞാനാവുകയും ചെയ്തത്. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ആ ശബ്ദം അല്ലെങ്കിൽ ആ ഒരു വേർഷൻ
സിനിമയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവം. സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പല ഏരിയയിലും വരുന്നത് ഈ വോയിസാ, അല്ലെങ്കിൽ ഈ വോയിസിന്റെ തീം മ്യൂസിക്കാ. പല ഇമോഷണൽ ആയിട്ടുള്ള സീൻസിലും ഇതാ വരുന്നത്. അതുകൊണ്ട് ആ 2 വരികൾ വളരെ രജിസ്റ്റേർഡ് ആയിപ്പോയി. അതൊരു ഭാഗ്യം തന്നെ പറയണം ശരിക്കും. അതായത് ഒരു സംഘം ഒരു കൂട്ടം പാട്ട് പാടിയതിനു ശേഷം പിന്നെ 8-9 വർഷത്തിന് ശേഷമാണ് 2 വരി പാട്ട് കിട്ടുന്നത്. ആ 2 വരി ഒന്ന് പാടും. പുണ്യവാനിസഹാക്കിനുണ്ടായി 2 മക്കൾ, ഒന്നാമൻ യേസാബും രണ്ടാമൻ യാക്കോബും. അതിനുശേഷം ഇപ്പൊ ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നേരെ ഇപ്പോഴത്തെ കാലഘട്ടത്തേക്ക് കൊണ്ടുവരികയാണ്. കട്ടു 2019 തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഒരു പാട്ട് വന്ന് പാടുന്നു. മൊത്തം ആ പടത്തിന്റെ രസം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറിയായിരുന്നു ഇത് കുറെ സ്കൂൾ കുട്ടികളുടെ പാട്ടാണ്, ഐ മീൻ സ്കൂളല്ല, +1 +2 കൗമാരക്കാരുടെ പാട്ടാണ്, ഇത് ഇപ്പോഴത്തെ വൈബിന്റെ ഒരു പാട്ടാണ്, ഈ ഇപ്പോഴത്തെ കുട്ടികൾ ആസ്വദിക്കുന്ന ഒരു പാട്ടാണ് ശ്യാമവർമ്മ മോഹിനി എന്നുള്ളത്. ആ പാട്ടിനെ മൊത്തം മേക്കിങ് എങ്ങനെയായിരുന്നു? അത് ശരിക്കും പറഞ്ഞാൽ വേറെ ആരോ നേരത്തെ പാടിയിരുന്നു ആ പാട്ട്. എന്നിട്ട് അവർക്ക് തൃപ്തിയാവാഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ആരോ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെ സജസ്റ്റ് ചെയ്തു. ജസ്റ്റിൻ ആ സമയത്ത് ബിജിപാലിന്റെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം അപ്പോഴാണ് ആ പടം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ജസ്റ്റിന് പിന്നെ എന്നെ പരിചയപ്പെടുത്താൻ വലിയ പ്രത്യേകിച്ച് ഒരു ഇതാണ്ടായിരുന്നില്ല. അങ്ങനെ ജസ്റ്റിൻ എന്നെ വിളിക്കുന്നു, ഞാൻ അവിടെ പോയി പാടുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പാടി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ചേട്ടൻ്റെതായ ഒരു പാറ്റേണിലേക്ക് പാട്ട് മാറ്റണം, ആ ഒരു ലൈനിലാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ആ ശരിക്കും പറഞ്ഞത് ശ്യാമവർണ്ണ രൂപിണി കഠോര ഭാഷിണി പ്രിയേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിൽ അത് പാടിയത്. അത് പക്ഷേ ഇങ്ങനെ എന്താണ് സിറ്റുവേഷൻ, പിള്ളേരുടെ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ ശബ്ദത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു മാഷക്കുട്ടി നമ്മളുടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവരുടെ പ്രേമം നടക്കുന്നതിന്റെ ഒക്കെ പ്രധാന ഒരു ഏരിയ ഈ പാട്ടാണ് തിയേറ്ററിൽ പോയപ്പോൾ അറിഞ്ഞത്. അത് തീർച്ചയായിട്ടും സിനിമയ്ക്ക് പാടാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ സീനിൽ ഇങ്ങനെ ഇന്ന സംഭവമാണ് പിള്ളേരൊക്കെ അഭിനയിക്കുന്ന സംഭവം. അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പാറ്റേൺ ആ പാട്ടിൽ സ്വീകരിക്കുമ്പോൾ അതെന്തിനായിരിക്കും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു. പാട്ട് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയായിരിക്കും, അങ്ങനെയായിരിക്കും. ഇപ്പൊ നമ്മളെ മാർക്കോസിയറിന്റെ അടുത്ത് അത് കഴിഞ്ഞ ശേഷം ഇറങ്ങിയ ഒരു പാട്ടില്ലേ ഈ അടുത്തിറങ്ങിയത്, അതും ചിലപ്പോൾ ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു. പുള്ളി ഇതുവരെ പാടാത്ത വേറൊരു പാറ്റേണിലാണ് ആ സാധനം പാടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടുല്ലോ ആ പാട്ട്. ഈ പുതിയ ആളുകളുണ്ടല്ലോ, ഇപ്പോൾ ജസ്റ്റിൻ, സുഷിൻ, ഒരു സെറ്റ് ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സ് വരുന്നുണ്ടല്ലോ, ഇവരിൽ ഏറ്റവും അധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, അതായത് കുറേ കാലം നിലനിൽക്കുന്നു തോന്നുന്ന വർക്ക്സ് ആരുടെയൊക്കെ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ആർക്കെങ്കിലും നമ്മളോട് വൈരാഗ്യം തോന്നിയാലും. അങ്ങനല്ല, ശരിക്കും അയാൾ കുറെ പുഷ് ചെയ്യുന്നുണ്ട് ലിമിറ്റ്സ്, കുറെ വേറെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ഇപ്പോഴത്തെ സെറ്റിൽ ആരാ ശരിക്കും? അല്ല, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും അവരുടെയൊക്കെ നല്ല സംഭവമാണ്, അവരുടെ കയ്യിലൊക്കെ സ്റ്റഫ് ഉണ്ട് താനും. പക്ഷേ ഇന്നത്തെ സിനിമയ്ക്ക് അതൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ സുഷിൻ ശ്യാമിന്റെ ഒക്കെ മ്യൂസിക് ചില സ്ഥലത്തൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അയാൾക്ക് നല്ല മൂളയുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇന്നത്തെ സിനിമയ്ക്ക് അത് ആവശ്യമുണ്ടോ? അത്ര മ്യൂസിക്കലാവണ്ട അത്ര അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ അതുകൊണ്ടാണ് പല പാട്ടുകളും പെട്ടെന്ന് മറന്നു പോകുന്നത്. കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 1.5 മാസം കഴിയുമ്പോൾ നമ്മളൊരു പാട്ട് കേട്ടപ്പോൾ പാട്ട് കൊള്ളാല്ലേ, നല്ല രസമുണ്ടല്ലേ എന്ന് നമ്മൾ പക്ഷെ നമ്മളെപ്പോഴും പാട്ടെന്ന് മറന്നുപോയി. എന്തുകൊണ്ട് മറന്നു പോകുന്നത്? അതെങ്ങനെയാണ്? അത് ആ സിനിമയ്ക്ക് അത്രേ ആവശ്യമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ശരിയാ, വേറെ എന്തെങ്കിലും മറിച്ചിട്ടുണ്ടോന്ന് അറിയില്ല ഇത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൃദയമായിരിക്കും ശരിക്കും മ്യൂസിക് അത്ര ആവശ്യം ഉണ്ടായിരുന്നൊരു സിനിമ. പിന്നെ എത്രയോ പാട്ടുണ്ട് അതിനകത്ത്, 8-9 പാട്ടുണ്ട്, 15 പാട്ട്. പാട്ടുകളില്ലേ, കുറേ പാട്ടുകളുണ്ട്. പക്ഷെ എന്നാലും അതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ടതൊക്കെ ഒരു 2-3 പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ശരിയാ, അതും ശരിയാ.